ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹാൻഡ് ആൻഡ് ഫീറ്റ് വൈറ്റനിങ് റെമഡിയാണ് കേട്ടോ. നമ്മുടെ കൈകാലുകളിലുള്ള അഴുക്ക് കളയാനും നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. തക്കാളിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരൊറ്റ യൂസിൽ തന്നെ എത്ര ഇരുണ്ട കൈകാലുകളും നിറം വയ്ക്കാനും ചുളിവുകൾ മാറിയിട്ട് സോഫ്റ്റ് ആയിട്ട് വരാനും കൈകാലുകൾക്ക് എപ്പോഴും നല്ലൊരു ഫ്രഷ് ലുക്ക് തോന്നാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന പാക്കാണിത്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി തന്നെ എടുക്കുക. തക്കാളി നന്നായിട്ട് കഴുകിയ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. തക്കാളി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാനിതിൽ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ് കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീര് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയും തക്കാളിയും ഒക്കെ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ അളവിൽ എടുത്താൽ മതി, ഒരുപാടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു പാക്ക് ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യാനുള്ളതല്ല. കയ്യിലും കാലിലെയും അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കഴുത്തിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ മുഖത്തെ സ്കിന്ന് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മുഖത്തെ സ്കിന്നിന് അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് മുഖത്ത് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബേക്കിംഗ് സോഡ നമ്മുടെ ഈ ഒരു തക്കാളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഇത് പതഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, 1 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ കൈ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറേശ്ശെ ആയിട്ട് എടുത്താൽ മതി, കാരണം ഇത് വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒലിച്ചു പോവും. അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങയുടെ തൊലി ഉപയോഗിക്കാം. അത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് സ്കിന്നിലുള്ള അഴുക്കുകൾ റിമൂവ് ആയി കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കയ്യിലും കാലിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മസാജും കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം കഴുകി കളയുക. ഇങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിതാ കൈ കഴുകി വന്നിട്ടുണ്ട്. ആ ഒരു നനവോട് കൂടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. കയ്യിലുള്ള മുഴുവൻ അഴുക്കും റിമൂവ് ആയ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചെടുത്തിട്ട് വരാം. ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത്രയും റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞ് തുടച്ച് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്